2019 റിലീസായ ട്രയാഡ് പ്രിൻസസ് എന്ന വളരെ കിടക്കുന്ന ഒരു തായ്വാൻ കഥയാണ് കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് തായ്വാനിലെ വളരെ പ്രശസ്തനായ ഒരു സെലിബ്രിറ്റി സിനിമാ നടനായ ഹാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ഹാങ്ങിന്റെ മാനേജറായ സോഫിയ ഇപ്പൊ ഒരു ഗ്യാങ്സ്റ്ററിനെ കാണാനായി പോകുന്നു. ഗ്യാങ്സ്റ്ററിനോട് ഹാങ്ങിന് വേണ്ടി ഒരു ഫീമെയിൽ ബോഡി ഗാർഡിനെ അറേഞ്ച് ചെയ്ത് തരാനായി ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ഉള്ള ബോഡി ഗാർഡ്സ് ഒക്കെ തന്നെ മെയിൽസ് ആണ്, ഫീമെയിൽ ആയി ആരും തന്നെ ഇല്ലെന്ന് ആ ഗ്യാങ്സ്റ്റർ പറയുമ്പോൾ കയ്യിലുള്ള ബോഡി ഗാർഡ്സിനേക്കാൾ നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു മകൾ ആ ഒരു ഗ്യാങ്സ്റ്റർക്ക് ഉണ്ട് എന്ന കാര്യത്തെ പറ്റി സോഫിയക്ക് അറിയാം. ആ മകളെ ഹാങ്ങിന്റെ ബോഡി ഗാർഡായി ഒന്ന് വിടാമോ എന്ന് സോഫിയ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്ത് മറുപടിയാണ് തന്റെ മകളെ ചോദിച്ച സോഫിയക്ക് ഗ്യാങ്സ്റ്റർ കൊടുത്തതെന്ന് ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല. ഇതേ ടീം തന്നെ ആ ഗ്യാങ്സ്റ്ററിന്റെ വളരെ സ്ട്രോങ്ങും നല്ലൊരു ഫൈറ്ററും ഒക്കെ ആയ മകളെയാണ് നമ്മൾ കാണുന്നത്. അവളുടെ പേര് ആനി എന്നാണ്. ആനി അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കി അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാനായി ആനിയുടെ ആളുകളോട് ഒരു ഹോട്ടലിൽ ഇപ്പോൾ താമസിക്കുന്ന ബോയ് ഫ്രണ്ടിനെ പിടിച്ചോണ്ട് വരാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ബോയ് ഫ്രണ്ടിനെ തല മൂടിയാണ് അവർ പിടിച്ചോണ്ട് വരുന്നത്. ആക്ച്വലി അത് യഥാർത്ഥത്തിൽ ആനിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നില്ല, മറിച്ച് അതേ ഹോട്ടലിൽ തന്നെ ഏതാണ്ട് ബോയ് ഫ്രണ്ട് താമസിക്കുന്ന മുറിയുടെ അടുത്ത് തന്നെ മറ്റൊരു മുറിയിൽ താമസിക്കുകയായിരുന്ന ഹാങ് ആണ്. ഇവിടെ ആള് മാറിയാണ് ആനിയുടെ ആളുകൾ അയാളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ അത് തല മൂടിയിരുന്നത് കൊണ്ട് തന്നെ ആനി അറിയുന്നില്ല. തുടർന്ന് ആനി അങ്ങോട്ട് ഇത് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന ധാരണയിൽ അവനിട്ട് നല്ല പണികൾ കൊടുക്കാനായി തുടങ്ങുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം വെള്ളത്തിൽ അവനെ തള്ളിയിട്ട് ആനി തിരിച്ചവളുടെ അച്ഛനെ കാണാനായി പോകുമ്പോഴേക്കും മകളെ ബോഡി ഗാർഡായി ചോദിച്ച സോഫിക്ക് എന്റെ മകൾ അങ്ങനെ ആരുടെയും ബോഡി ഗാർഡായി വർക്ക് ചെയ്യാനുള്ള ഒരാളല്ല എന്ന മറുപടിയായിരുന്നു ഗ്യാങ്സ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോഫിയ വളരെ നിരാശയിൽ പോകാനായി നിൽക്കുമ്പോഴാണ് ആനിയുടെ വരവ്. അങ്ങനെ തുടർന്ന് രണ്ടുപേരും കാണുമ്പോൾ ഇത് പ്രശസ്തനായ ഹാങ്ങിന്റെ മാനേജർ ആണല്ലോ എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ആനി ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഇവരെന്തിനും ഇപ്പൊ ഇവിടെ വന്നൊക്കെ ആനി തിരക്കുമ്പോഴാണ് തന്നെ ഹാങ്ങിന് ബോഡി ഗാർഡായി ചോദിക്കാൻ വന്നതാണെന്ന് അവൾ അറിയുന്നത്. അവൾ ഹാങ്ങിന്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ അച്ഛനോട് അച്ഛ പ്ലീസ് അച്ഛൻ ഞാൻ ബോഡി ഗാർഡിൽ പൊക്കോട്ടെ അച്ഛ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ മോളെ പറ്റിക്കാത്ത ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്ന പണി നോക്ക്. പിന്നെയല്ലേ ബോഡി ഗാർഡിൽ പോകുന്നതെല്ലാം അച്ഛൻ അവളെ കളിയാക്കുന്നുണ്ട്. നിനക്ക് ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചു തരാം, നമ്മളെ പോലെ തന്നെ നല്ലൊരു ഗ്യാങ്സ്റ്റർ ഫാമിലിയിലെ പയ്യനാ ഞാൻ നിനക്കായി കണ്ടുവച്ചിരിക്കുന്നതെന്നെല്ലാം അച്ഛൻ പറയുമ്പോൾ പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു അലയൻസ് തീരെ താല്പര്യമില്ല. അവൾ അതിന്റെ പേരിൽ അച്ഛനോട് വഴക്കിടുന്നു. ഇതേ സമയം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് മുക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാങ്ങിനെ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധാരണയിൽ അവന്റെ മുഖം അപ്പം മറച്ചിരുന്നത് കൊണ്ട് തന്നെ മുഖം കാണാതെ ആനി ഒരുവിധം അവളും ആളുകളും പോയി കഴിഞ്ഞ് അവൻ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആകെ ആവശ്യമായി എന്നുള്ള രീതിയിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവനൊരു സെലിബ്രിറ്റി ആണല്ലോ, അവൻ ഈ മുഷിഞ്ഞ് നാറി വല്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. അവനെ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചാണ് അവൻ അങ്ങനെ പോകുന്നതെങ്കിലും അവിടെയുള്ള സ്റ്റാഫ് ഹാനിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കറക്റ്റ് ആയി തിരിച്ചറിയുന്നു. തുടർന്ന് അവനോട് ഭയങ്കര കാര്യമായി സംസാരിക്കുന്ന അയാൾ ഒരു സെൽഫി ഒക്കെ അവന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിക്കുകയും അയാളുടെ കോട്ടൊക്കെ മുഷിഞ്ഞ് അവന്റെ വസ്ത്രം ഒന്ന് മറയാനായി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അച്ഛന്റെ ഗ്യാങ്സ്റ്റർ ഫ്രണ്ടിന്റെ മകനെ അവൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ദേഷ്യത്തില് അച്ഛൻ അവളെ വീട് വിട്ട് പോകാതിരിക്കാനായി മുറിയിലിട്ട് പൂട്ടുന്നുണ്ട്. അങ്ങനെ അവൾ മുറിയിലിരിക്കുന്ന ഈ ഒരു സമയത്താണ് മുന്നേ ഹാങ്ങിന്റെ കൂടെ ഫോട്ടോ എടുത്ത സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവൻ ആനിയുടെ ഫ്രണ്ടാണ്. ആനി ഹാങ്ങിന്റെ എത്രയോ വലിയ ഫാനാണ്. അവളുടെ മുറി നിറയെ അവന്റെ ചിത്രങ്ങളും മറ്റുമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. അവളാവട്ടെ ഷോ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, ഞാനിവിടെ റൂമിൽ ട്രാപ്പായി പോയി എന്നൊക്കെ പറയുമ്പോൾ നിന്നെ കൊണ്ടാണോ ഏത് ട്രാപ്പ് മിളക്കി പുറത്തു വരാൻ പറ്റത്തത്, നീ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും സ്ട്രോങ് ആയ ഒരു പെൺകുട്ടിയാണെന്നെല്ലാം അവൻ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവൾ അത്രയും നേരം അവിടെ ഇരുന്നതൊക്കെ മാറ്റിവെച്ച് പുറത്ത് കടക്കാനായി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നു. അപ്പോഴേക്കും തിരിച്ചു തന്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഹാങ്ങിനെ സോഫിയ വഴക്ക് പറയാണ്. ഹാങ് ബോഡി ഗാർഡ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇൻഫോം ചെയ്യാതെ ഇങ്ങനെ പുറത്തു പോയത് എന്തിനാണെന്ന് ചോദിച്ചാണ് അവൾ ദേഷ്യപ്പെടുന്നത്. കാരണം ഹാങ്ങിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നത് മാനേജർ എന്ന രീതിയിൽ സോഫിയയുടെ ചുമതലയാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് പുറത്തു കിടക്കുന്ന അവൾ ആ സുഹൃത്തിന്റെ സഹായത്തോടെ ചെറിയ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നുണ്ട് അവളെ പെട്ടെന്ന് അവളുടെ അച്ഛന്റെ ആളുകൾ കണ്ടുപിടിക്കാതിരിക്കാനായി. എന്തായാലും അങ്ങനെ അവൾ നേരെ പോകുന്നത് സോഫിയെ കാണാനായിട്ടാണ്. സോഫിയ മുന്നേ തന്നെ ബോഡി ഗാർഡായി ആവശ്യപ്പെട്ടിരുന്നെന്ന കാര്യം അച്ഛനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവൾ സോഫിയോട് താൻ ഹാങ്ങിന്റെ ബോഡി ഗാർഡ് ആവാനായി തയ്യാറാണ്, താൻ ഹാങ്ങിന്റെ വലിയ ഫാനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ ചെറിയ 2-3 ട്രിക്കുകൾ കാണിക്കുകയും ചെയ്യുമ്പോൾ സോഫിയ ആനിയെ ഹാങ്ങിന്റെ ഫീമെയിൽ ബോഡി ഗാർഡായി റിക്രൂട്ട് ചെയ്യുന്നു. പബ്ലിക്കിന്റെ മുന്നേ ഹാങ്ങിന്റെ ഒരു അസിസ്റ്റന്റ് എന്ന രീതിയിൽ കൂടെ നടന്ന് അവന് ബോഡി ഗാർഡായി ആവശ്യഘട്ടങ്ങളിൽ സംരക്ഷണം നൽകണമെന്ന ഒരു ജോലിയാണ് ആനിക്ക് സോഫിയ അവിടെ നൽകുന്നത്. അപ്പൊ അസിസ്റ്റന്റ് എന്ന രീതിയിൽ ആളുകൾക്ക് തോന്നുമ്പോൾ ആ ഒരു രീതിക്കൊക്കെ പെരുമാറണമല്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള ചില ട്രെയിനിങ്ങിനൊക്കെ ആനിയെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ അവളായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴും ഹാങ്ങിനെ എപ്പോഴാണ് ഒന്ന് നേരി കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന സ്റ്റാഫ് നിങ്ങൾ ഇവിടെ ബോഡി ഗാർഡ് ആയിട്ട് ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്, ആ ഓർമ്മ എപ്പോഴും വേണമെന്ന് താക്കീത് കൊടുക്കുന്നു. ഇതിന്റെ ഇടയിൽ ആ ഫ്രണ്ടിനെ കാണാനായി ആനി പോകുന്ന ആ ഒരു സമയത്ത് അതേ ഷോപ്പിലേക്ക് അന്നത്തെ കണക്ക് സോഫി അറിയാതെ ഒരു മാസ്ക് ഒക്കെ ധരിച്ച് നൈസായി ഹാങ് എത്തുന്നുണ്ട്. അവൻ അവിടുത്തെ ഒരു പയ്യൻ കൊടുത്ത ജാക്കറ്റ് തിരിച്ചു കൊടുക്കാനായിട്ടാണ് അവൻ വരുന്നത്. ഇതേ ടീം അവിടെ ആനി ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് അവിടെ വന്നിട്ട് പോകുന്ന ഹാങ്ങിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. അവളിപ്പോ ഹാങ്ങിന്റെ ബോഡി ഗാർഡായി ചേരാനുള്ള ശ്രമത്തിലാണെങ്കിലും അവൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും നൽകുന്നതുകൊണ്ട് ഹാങ്ങിനെ അതിനോടകം നേരിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഈ സമയം അവിടെ കുറച്ച് കള്ളന്മാര് ഹാങ്
ഹാങ്ങിനെ ആക്രമിക്കാനായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ടീം അവനെ സേഫ് ആയി സംരക്ഷിക്കുന്നത് ആനയുടെ ഒരു ഗ്യാങ് തന്നെയാണ്. പക്ഷെ അത് അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഈ ഒരു കള്ളന്മാരെ അവിടെ നിന്ന് അവർ ഓടിച്ചപ്പോ അതിന്റെ കൂട്ടത്തിൽ കള്ളന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഹാങ് രക്ഷപ്പെട്ടതാണ്. എന്തായാലും ഹാങ്ങിനെ പോലെ തന്നെ യു എന്നൊരു ആക്ട്രസും ഉണ്ട് സോഫിയയുടെ കൂടെ. ആ ആക്ട്രസിനോട് ഹാങ് ഇപ്പോ ആകെപ്പാടെ അപകടത്തിലാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തലനാടിരക്കാണ് അവൻ രക്ഷപ്പെട്ടത്. ഒരു ബോഡി ഗാർഡിനെ കൂടെ കൊണ്ട് നടക്കുന്നത് വളരെ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ സോഫിയുടെ കൂടെ അപ്പോൾ ഉണ്ടായിരുന്ന ആനി താൻ ഹാങ്ങിന് ബോഡി ഗാർഡ് ആവാൻ പോകുന്ന കണക്ക് യുവിനും പ്രൊട്ടക്ഷൻ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ യു അത് കേൾക്കുന്നില്ലെങ്കിലും പിന്നീട് യുവിന് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവൾ വേഗം അവളുടെ ഫോണില് സോഫി അവളുടെ പോലും സമ്മതം ഇല്ലാതെ സേവ് ചെയ്തിട്ടിരുന്ന ആനയുടെ നമ്പറിലേക്ക് വിളിച്ചാണ് സഹായം ചോദിക്കുന്നത്. അങ്ങനെ ആനി ആട്ടെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞപ്പോ കേൾക്കാതിരുന്ന ആള് ഇപ്പൊ എന്നെ വിളിച്ചല്ലോ എന്ന ഒരു രീതിക്കാണ് അവിടെ പോയി ഹെൽപ്പ് ചെയ്യുന്നത്. എന്തായാലും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ടീം എനിക്കിപ്പോ എന്റെ താമസ സ്ഥലത്തേക്കല്ല പോകേണ്ടത്, എനിക്ക് ഹാങ്ങിന്റെ സ്ഥലത്തേക്ക് പോകണം, അവനെ കാണണമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാന്ന് യു പറയുമ്പോ ഹാങ്ങിനെ കാണാനൊന്നും ഭയങ്കര സന്തോഷത്തിലാവുന്നുണ്ട് ആനി. ഹാങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും യു ഹാങ്ങിനെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിലാണ് കാണുന്നതെന്ന് ആനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ ടീം ഇവരിവിടെ വന്നത് ആദ്യം ഹാങ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് പരിചയമില്ലാത്ത ഒരാള് തന്റെ മുറിയിലിരിക്കുന്ന കണ്ട് ആകെ ഷോക്കായി ഹാങ് നോക്കുമ്പോഴാണ് യുവിന്റെ കൂടെ വന്നതാണ് ഈ പെൺകുട്ടി എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇത് ആരാണെന്ന് യുവിനോട് ചോദിക്കുമ്പോൾ ഇതിന്റെ പുതിയ ബോഡി ഗാർഡാണ്, എന്റെ മാത്രമല്ല നിനക്ക് വേണ്ടിയും സോഫിയ കണ്ടുപിടിച്ച പുതിയ ഫീമെയിൽ ബോഡി ഗാർഡാണ്, പേര് ആനി എന്ന് യു പരിചയപ്പെടുത്തുന്നു. അങ്ങനെ എന്തായാലും യുവിനെ ഇവിടെ ആക്കി ആനി അവിടെ നിന്ന് പോകുന്ന ടീം ആനിയുടെ നമ്പർ നിന്റെ ഉണ്ടെങ്കിൽ ഒന്നും താതല്ല നൈസായി ഹാങ് ചോദിച്ചു മേടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആനിയുടെ നമ്പർ ഹാങ്ങിന് കൊടുക്കാനായി യു തയ്യാറായില്ല. നിനക്ക് എന്തിനാ അവളുടെ നമ്പർ എന്നൊക്കെ ചോദിച്ച് യു ഒട്ടും താല്പര്യമില്ലാതെ അത് അങ്ങ് തള്ളിവിടാണ്. അങ്ങനെ പിന്നീട് ആനിയെ അവളുടെ അച്ഛനും ആളുകളും അന്വേഷിക്കുന്നു എന്ന കാര്യം അവളുടെ അച്ഛന്റെ ഒരു സ്റ്റാഫായി തന്നെ കൂടെ നടക്കുന്ന ലിൻ എന്നൊരു പയ്യൻ ആനി അറിയിക്കുന്നുണ്ട്. ആക്ച്വലി ലിന്നിന്റെ കൂടി ഹെൽപ്പോട് കൂടിയാണ് ആനി അവളുടെ അച്ഛൻ അവളെ പൂട്ടിയിട്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പായി വന്നത്. അതിനുശേഷം പലപ്പോഴും അച്ഛനും ആളുകളും അവളെ അന്വേഷിച്ച് വരുമ്പോഴൊക്കെ തന്നെ ലിന്നാണ് കൂടെ നിന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവൾ ഇത്തവണ ഇതറിഞ്ഞ് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ നേരെ ചെന്ന് ചാടുന്നത് ഹാങ്ങിന്റെ മുന്നിൽ. ഹാങ് ഇപ്പോൾ വണ്ടിയിലായിരുന്നു. അവൾ വേഗം വണ്ടിയിൽ കയറിയിരുന്ന് ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്കും പ്ലീസ് എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് വണ്ടി എടുക്കുന്നുണ്ട്. എന്നാലും അവൾ ആരോ പേടിച്ച് വന്നാണെന്ന് മനസ്സിലാക്കുന്നവൻ ആരായിരുന്നു അത്, എന്താ പ്രശ്നം എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അതെന്റെ അച്ഛന്റെ ആളുകൾ എന്നെ പിടിക്കാൻ വരുന്നതാണെന്ന് പറയുന്നവളല്ല ഹാങ് എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഒന്നും കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാളാണ് തന്നെ കാണാനായിട്ടാ വന്നതെന്ന് പറയുന്നത്. അത് അവളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഞെട്ടലായിരുന്നു. എന്തിനായിരിക്കും ഹാങ് തന്നെ കാണാനായി വന്നതെന്നത്. എന്റെ ഇവിടെ നിന്ന് ഒരു സാധനം മിസ്സായിട്ടുണ്ട്, അതിനെപ്പറ്റി ചോദിക്കാനാണെന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ മിസ്സായതെന്ന് യോ ചോദിക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ആൻസർ അവൻ കൊടുക്കുന്നില്ല. എന്തായാലും ഇപ്പോ ഞാൻ നിന്നെ നോക്കി വന്നത് എന്റെ ഒരു ബുക്ക് നീ അവിടെ വന്നിട്ട് പോയ ശേഷം മിസ്സായി, അത് നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആക്ച്വലി അത് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അവൾ അതെടുത്ത് കൊടുക്കുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്തോണ്ട് വന്നതല്ല, എന്റെ ബാഗിനകത്ത് അവിടെ നിന്ന് വരുന്ന ടീം കയറിപ്പോയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നല്ല എന്നൊക്കെ അവൾ പറയുന്ന ടീം അവൻ ചിരിക്കുന്നു. ആക്ച്വലി അതിൽ എഴുതിയിരുന്നത് ഞാൻ അബദ്ധത്തിൽ ഒന്ന് വായിച്ചിട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു സ്റ്റോറി. ആ സ്റ്റോറി വായിച്ച് സമയം പോയത് അറിഞ്ഞില്ല എന്ന് അവൾ പറയുമ്പോൾ ഞാനിതൊരു ഗാങ്സ്റ്ററിനെ പറ്റി എഴുതിയിരിക്കുന്ന കഥയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഹാങ്ങിന്റെ കൂടെ എപ്പോഴും ആനിയുണ്ട്. എന്തെങ്കിലും നല്ല കഥയാണെന്ന് പറഞ്ഞെങ്കിലും അതിലെ ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി എന്തൊക്കെ അതിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ കഥ ഇൻട്രസ്റ്റിംഗ് ആവും എന്ന രീതിയിൽ ആനി ചില കാര്യങ്ങൾ പറയുമ്പോൾ മാഫിയെ പറ്റിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നല്ല കാര്യമായി പറയുന്നുണ്ടല്ലോ എന്ന് അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് അവൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ചിരിക്കുന്നവൾ അല്ല നിങ്ങളും യുവും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ലേ, പക്ഷെ ഇങ്ങനെ സ്റ്റോറി എഴുതുന്ന കാര്യമൊന്നും തന്നെ യുവിന് അറിയില്ലല്ലോ, അതെന്താ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഗേൾ ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് യു എന്റെ ഗേൾ ഫ്രണ്ട് അല്ല, ആക്ച്വലി ഞാനും അവളും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി ഞങ്ങളുടെ ഒരു അപ്കമിംഗ് മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മീഡിയക്കാരുടെ മുന്നിൽ ജസ്റ്റ് ആക്ട് ചെയ്യുന്നതാണെന്ന് ഹാങ് പറയുമ്പോഴാണ് ഓ അങ്ങനെ ആയിരുന്നു അല്ലേ എന്ന കാര്യം ആനി അറിയുന്നത്. ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ അവൾ ഹാപ്പി ആവുന്നുണ്ട്. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് ഹാങ്ങും ശ്രദ്ധിക്കുന്നു. ഈ സമയത്താണ് നീ ഇത് എവിടെ പോയി കിടക്കുക, യുവിന് നീ എന്തിനാ ഒറ്റയ്ക്ക് വിട്ടത്, ഹാങ്ങിനേക്കാൾ ഏറെ ത്രെറ്റനിങ് കോൾസ് ഒക്കെ വരുന്നത് യുവിനാണ്, നീ അവളുടെ അടുത്തല്ലേ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ടെൻഷൻ ആവുന്ന ആനി യുവിന് എന്തെങ്കിലും അപകടം താൻ കൂടെ ഇല്ലാത്തപ്പോൾ സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ വേഗം യുവിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാനായി ഹാങ്ങിന്റെ കാർ ഒന്ന് വാങ്ങുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും തനിക്ക് എപ്പോഴും ഭീഷണിപ്പെടുത്തി മെസ്സേജുകൾ അയക്കാറുള്ള തന്റെ മകനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് ഇപ്പൊ യു എത്തുന്നത്. പക്ഷെ അവിടേക്ക് എത്തുമ്പോഴേക്കും ആനി എത്തുകയും ആനി അയാളെ അടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യുന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, നീ കാരണം എന്റെ മകന്റെ ജീവന് പോലും പാപത്തായെന്നല്ല. യു ദേഷ്യപ്പെടുമ്പോഴാണ് യുവിന് ഇങ്ങനെ ഒരു മകനുണ്ടോ എന്ന കാര്യം ആനി അറിയുന്നത്. യുവിനെ സംബന്ധിച്ച് അവളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പല കാര്യങ്ങളും രഹസ്യമായിട്ടാണ് അവളുടെ പേഴ്സണൽ ലൈഫിൽ അവൾ സൂക്ഷിക്കുന്നത്. അവൾക്കൊരു മകനുണ്ടെന്നൊന്നും തന്നെ പബ്ലിക്കിന് അറിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആകെ ഷോക്കായി കുഞ്ഞുണ്ടോ എന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയി ആനി ചോദിക്കുമ്പോഴാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സിനിമാ നടി എന്ന ലേബലിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു നൈറ്റ് ക്ലബ്ബില് കുത്തൊഴിഞ്ഞ ജീവിതം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത്. അയാളും ഞാനും തമ്മിൽ പ്രണയത്തിലായി. ലഹരി തന്ന അയാൾ എന്നെ പ്രണയത്തിലാക്കി എന്നും പറയാം. അന്ന് ഞാൻ ലഹരിക്ക് ഭയങ്കരമായി അടിമപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ എനിക്ക് അയാളുമായിട്ടുള്ള ബന്ധത്തില് ഞാൻ പ്രഗ്നന്റ് ആവുകയും ഞാൻ ആ സമയത്ത് ചതിക്കപ്പെടുകയായിരുന്നു അയാൾ മൂലം എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ ആക്രമിക്കപ്പെട്ടു. അയാൾ അതിന്റെ പേരിൽ എനിക്കെതിരെ കേസ് കൊടുത്തു. തുടർന്ന് പോലീസ് എന്നെ പിടിച്ചു. ലഹരി കേസും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറെ നാൾ ജയിലിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് കുഞ്ഞുണ്ടായത്. കുഞ്ഞിന്റെ കസ്റ്റഡി അയാൾ ഏറ്റെടുത്തു. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ സിറ്റി വിട്ടുപോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ ഞാൻ ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് എത്തി. സത്യത്തിൽ
സത്യത്തിൽ സോഫിയെ കണ്ടുമുട്ടിയതാണ് എന്റെ ലൈഫിൽ വലിയ വഴിത്തിരിവായത്. സോഫിയാണ് എന്നെ വലിയൊരു സിനിമ നടിയാക്കി മാറ്റിയത്. അങ്ങനെ പതിയെ എന്റെ ലൈഫ് ക്ലിച്ച് പിടിച്ചു വന്നപ്പോൾ എനിക്ക് പേരും പ്രശസ്തിയും വന്നപ്പോൾ ആ ക്രിമിനൽ അന്ന് ഞങ്ങൾക്കുണ്ടായ ആ ഒരു കുഞ്ഞിനെ അയാൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പേര് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്റെ മകനെ അയാൾ കൂടെ കൂട്ടി തന്നെ അവനെ വിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാവാം. പക്ഷെ അവനെ വിൽക്കുന്നതിലും കാശ് അവനെ വെച്ച് എന്നോട് വില പേശിയാൽ കിട്ടുമെന്ന് മനസ്സിലായിട്ടാവാം അയാൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെ പറ്റിയൊന്നും സോഫിക്ക് പോലും അറിയില്ല. സോഫിക്ക് എനിക്ക് ഇങ്ങനെ ഒരു മകനുള്ള കാര്യം പോലും അറിയില്ല. ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല. അത് എന്റെ വലിയൊരു രഹസ്യമാണെന്ന് യു പറയുമ്പോൾ അവളുടെ കഥ കേട്ട് മനസ്സലിയുന്ന ആനി ഇതിൽ എന്ത് ഹെൽപ്പും താൻ ചെയ്യുമെന്നും ആ കുഞ്ഞിനെ ഒരു ആപത്തും ഇല്ലാതെ നമ്മൾ ആ കുഞ്ഞിനെ സേഫ് ആയി നേടുമെന്നും യുവിന് വാക്ക് കൊടുക്കുന്നു. എന്ത് ഹെൽപ്പും താൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നീ ഒരു ബോഡി ഗാർഡ് മാത്രമല്ലല്ലോ, ഒരു ബോഡി ഗാർഡിന് ഉള്ളതിനേക്കാൾ ധൈര്യം ഗാങ്സ്റ്റേഴ്സിനുണ്ട്. അത്തരം ഒരു ധൈര്യം ഞാൻ നിന്നെ കാണുന്നുണ്ടെന്ന് യു പറയുമ്പോൾ ഞാൻ ഒരു ബോഡി ഗാർഡും ആണ് ഒരു ഗാങ്സ്റ്ററും ആണ്, 2 in 1 ആണെന്നും പറഞ്ഞ് ആനി ചിരിക്കുന്നു. അങ്ങനെ ഇതിനൊക്കെ ശേഷം കാറ് തിരിച്ചു കൊടുക്കാനായി ഹാങ്ങിന്റെ അടുത്തേക്ക് ആനി പോകുമ്പോൾ എവിടെയായിരുന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതൊരു സീക്രട്ടാ, പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഓഹോ നീ സോഫിയുടെ സ്റ്റാഫ് അല്ലേ, അപ്പോ സോഫിയെ ഞങ്ങൾ ചോദിക്കാന്ന് പറയുമ്പോൾ സോഫിക്ക് യുവിന്റെ കുട്ടിയുടെ കാര്യവും നടന്ന ഇഷ്യൂന്റെ കാര്യം ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് സോഫി ഇത് അറിയിക്കരുത് എന്ന കാര്യം കൊണ്ട് ഹാങ്ങിനെ അവിടെ ആനി ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അവന്റെ കുട്ടി ഡ്രിങ്ക്സ് അടിച്ചപ്പോൾ അവന്റെ വളരെ ഫേവറേറ്റ് ആയ ഒരു വീഡിയോ ഗെയിമിൽ അവൾ പുലിയാണ്. അവൻ ഒരു ലെവൽ ഇപ്പൊ ക്രോസ് ചെയ്യാൻ പാടുപിടിക്കുകയാണെന്ന് കാണുന്ന അവൾ അതൊക്കെ പുഷ്പം പോലെ അവന് വേണ്ടി ജയിച്ചു കൊടുത്തൊക്കെ അവനെ ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് സോഫിയയുടെ ലൈഫിലെ ഒരു പ്രശ്നത്തെ പറ്റി ആനിക്ക് മനസ്സിലാവുന്നത്. ഒരാൾ കാരണം സോഫിയ ഭയങ്കരമായി പാടുപെടുന്നു എന്നത് മനസ്സിലാക്കുന്ന ആനി അത് ആരും എന്താണെന്നൊക്കെ സോഫിയോട് തനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം എന്ന രീതിക്ക് പോയി ചോദിക്കുമ്പോൾ സോഫിയ ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് ആനിയോട് പറയുന്നത്. ആനി സോഫിയയുടെ മറ്റൊരു സ്റ്റാഫിനോട് അത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അത് സോഫിയുടെ എക്സ് ഹസ്ബൻഡ് ആണ്. അയാളുടെയും സോഫിയുടെയും മകൻ ഒരിക്കൽ മുങ്ങി മരിച്ചതാണ്. ആ ഒരു മരണത്തിന് ശേഷം ഇവരുടെ ലൈഫ് താളം തെറ്റി. പരസ്പരം നിന്റെ തെറ്റുകൊണ്ടാണ് മകൻ നഷ്ടപ്പെട്ടതെന്ന് പഴിചാരിയായിരുന്നു അവർ പിന്നീട് ലൈഫ് നശിപ്പിച്ചത്. അധികം വൈകാതെ അവർ ഡിവോഴ്സ് ആയി. പിന്നെ മകന്റെ ആണ്ടിന് മാത്രമാണ് രണ്ടുപേരും കണ്ടുമുട്ടി പ്രാർത്ഥനകൾക്കൊക്കെ പോകാറുള്ളത് എന്ന കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാവരുടെയും ലൈഫിൽ എന്തൊക്കെയോ രഹസ്യങ്ങളും ട്രാജഡികളും അവരുടേതായ എന്തോ ഒരു സങ്കടങ്ങളും ഒക്കെ ഉണ്ടല്ലേ എന്ന കാര്യം ആനി തിരിച്ചറിയുന്നു. അത് സത്യമാണ്. നമ്മൾ ആരെയും പുറമേന്ന് കാണുന്ന കണക്കല്ല, ഓരോരുത്തരുടെയും ലൈഫിൽ അവർ അനുഭവിക്കുന്ന സ്ട്രഗിൾ ഒക്കെ ആ ഒരു സ്ഥാനത്ത് നിന്നാലേ മനസ്സിലാവും. പുറമേന്ന് കാണുമ്പോൾ എല്ലാം ഭയങ്കര കളർഫുൾ ആയിരിക്കും. അവന്റെ ഒരു അസിസ്റ്റന്റ് എന്ന രീതിയിൽ കൂടെ നടക്കുന്ന അവൾ അവന്റെ ബോഡി ഗാർഡായി വേണ്ട സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഹാങ്ങിന് അവിടെയുള്ള ആക്ട്രസും ഡയറക്ടറും കൂടി ചേർന്ന് അവർക്ക് ഹാങ്ങിനോടുള്ള മുന്നത്തെ ഒരു ഇഷ്ടക്കേടിന്റെ പേരിൽ അവനെ ഉപദ്രവിക്കാനായി നോക്കുന്നു. സീൻ ഷൂട്ട് ചെയ്യുന്നു എന്ന പേരിൽ അവനെ അടിക്കുന്ന ഒരു സീൻ അവർ റീടേക്ക് എടുത്തെടുത്ത് ഷൂട്ട് ചെയ്യാണ്. അതും ചുമ്മാ അഭിനയമായിരുന്നില്ല, നല്ല അടി അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ പക്ഷെ അതൊക്കെ സഹിച്ച് അവിടെ നിൽക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്ന ആനിയാണ് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ നീ ചെയ്തത് വലിയൊരു ഉപകാരമായി. എനിക്കും അവർക്കും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവർ എന്നോട് റിവെഞ്ച് എടുക്കാൻ നോക്കായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കായിരുന്നു. കാരണം ഞാൻ എങ്ങനെയും റിയാക്ട് ചെയ്തിട്ട് അത് വെച്ച് അവർക്ക് വലിയ സീൻ ഉണ്ടാക്കാനായിട്ടായിരുന്നു എന്നെല്ലാം ഹാങ് പറയുമ്പോൾ ഞാനിപ്പോ ഈ ചെയ്തതിന്റെ പേരിൽ സോഫി ഇനി എന്നെ വഴക്കു പറയുമെന്ന് ആനി പേടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവളെ കേട്ട് അതിനുശേഷം യുവിനെ കാണുമ്പോൾ ഹാങ്ങിനെ പറ്റി കുറെ നേരം സംസാരിക്കുന്നു. അതോടുകൂടി യുവിന് ഹാങ്ങിനെ ആനിക്ക് ഇഷ്ടമാണ് എന്ന കാര്യം മനസ്സിലാക്കുന്ന യു കുറച്ചു ദിവസം ചില യാത്രകളും മറ്റേ ഞാനും സോഫി ഇവിടെ കാണില്ല, നീ ആയിരിക്കും ഹാങ്ങിന്റെ കൂടെ ഇത് സമയം ഉണ്ടാവുക, എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുന്നു. കൂടാതെ ഹാങ്ങിനെ ഫോൺ ചെയ്ത് യു ആനിക്ക് ഹാങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന കാര്യവും അറിയിക്കുകയാണ്. അവനും അത് കേട്ട് വളരെ ഹാപ്പി എന്ന് പറയാം. ഇതേ ടീം തന്നെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ തന്നെ ആനിയുടെ അച്ഛൻ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇതേ ടീം ആനിയെ കല്യാണം കഴിപ്പിക്കാനായി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ഫാമിലിയിലെ ആളുകൾ ഒരു അലയൻസിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ മകൾ ഇങ്ങനെ കൂടെയില്ല, അവളെ വീട് വിട്ട് ഇറങ്ങിപ്പോയിരുന്നത് പറയാൻ കഴിയാതെ അദ്ദേഹം പല കള്ളങ്ങളും പറഞ്ഞ് പിടിച്ചു നിർത്താനായി നോക്കുകയാണ് ആ ഒരു അലയൻസ്. തന്റെ ആളുകൾ പലതവണ നോക്കിയിട്ട് ആനിയെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം മറ്റൊരു ഗ്യാങ്ങിനെ ആനിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള ചുമതല ഏൽപ്പിക്കുന്നു. ഇവർക്ക് സാധിക്കാത്തതിന്റെ കാര്യം ഇവരുടെ കൂടെ തന്നെയുള്ള ലീ എന്ന ഒരാളാണ് ആനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് ഇവളുടെ അച്ഛൻ പിടിക്കാനായി വരുമ്പോൾ ഉടനെ അവൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് പക്ഷേ അച്ഛന് കറക്റ്റ് ആരാണ് ചാരൻ എന്ന് അറിയില്ല. കൂടെ നിന്ന് ചതിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പദ്ധതികളൊക്കെ പാളിപ്പോവുകയാണ്. ഇതേ ടീം ഈ ഗാങ്സ്റ്ററിന്റെ മകൾ മിസ്സിംഗ് ആണെന്നും അവളെ അന്വേഷിച്ച് അദ്ദേഹം മറ്റൊരു ഗ്യാങ്ങിനെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണെന്നും ഒരു ന്യൂസ് അവിടെയുള്ള ഒരു റിപ്പോർട്ടർ അറിയുന്നുണ്ട്. റിപ്പോർട്ടർ അത് തന്റെ ബോസിനെ കൊണ്ടെന്ന് അറിയിക്കുമ്പോൾ ഇത്തരം ന്യൂസ് ഒന്നും തന്നെ ആളുകൾക്ക് അറിയേണ്ട, അവർക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, മറിച്ച് നീ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ ന്യൂസിലെ ഫോക്കസ് ചെയ്യും. ഹാങ് ലാസ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നല്ലോ, ആ ഒരു കാര്യത്തെ പറ്റിയുള്ള ന്യൂസ് എടുക്കാനായി നോക്ക്. ഹാങ്ങിനെ സഹതാരം അടിക്കുകയും ഡയറക്ടർ കൂട്ടു നിൽക്കുകയും ചെയ്ത ആ ഒരു ന്യൂസ് അതിനെ പറ്റിയൊക്കെ നോക്കാനായി പറഞ്ഞു വിടുന്നു. ഇതേ ടീം ആനിയെ പിടിക്കാനായി കുറച്ച് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ആനി അവരിൽ നിന്ന് രക്ഷപ്പെടാനായി നോക്കുന്നു. അതിന്റെ ഭാഗമായി അവൾ നേരെ പോകുന്നത് ഹാങ്ങിന്റെ താമസ സ്ഥലത്താണ്. അവിടെയാണ് അവൾ ചെലവഴിക്കുന്നുണ്ട്. അവനും അവളെ അവിടെ സ്റ്റേ ചെയ്യാനായി ഒരു പ്ലേസ് ഒക്കെ കൊടുത്തു നിർത്തുന്നു. ഈ ഒരു സമയം അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഗാങ്സ്റ്റർ സ്റ്റോറി ഉണ്ടല്ലോ, അതിന്റെ ബാക്കി എന്തായെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഞാനിപ്പോ പറയില്ല, ഞാൻ ആ ഒരു സിനിമ സംവിധാനം ചെയ്ത് അതിൽ അഭിനയിച്ച് അത് തിയേറ്ററിൽ എത്തുമ്പോൾ കണ്ടാൽ മതി, സസ്പെൻസ് ആണെന്നെല്ലാം അവൻ പറയുന്ന ടീം അവന് അഭിനയമല്ലാതെ സംവിധാനത്തിലും താല്പര്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ തീർച്ചയായും ഉണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് വളരെ ആഗ്രഹിച്ച് തയ്യാറാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണത്, അത് സ്പോയിൽ ആവാനായി ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് സംവിധാനം ചെയ്യുമെന്നായിരുന്നു അവന്റെ മറുപടി. കൂടാതെ അവന്റെ ഇതുവരെ അഭിനയിച്ച ഓരോ ക്യാരക്ടറിന്റെയും കോസ്റ്റ്യൂംസ് ഒക്കെ അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറിയിട്ടുണ്ടായിരുന്ന പല
പല കാര്യങ്ങളും ഇങ്ങനെ അതൊക്കെ തന്നെ അവളെ കാണിക്കുകയും അവർ ഒന്നിച്ച് അവിടെ ചില സീനൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ റൊമാൻറ്റിക് ഡയലോഗ്സ് പറഞ്ഞ് കിസ് ചെയ്യേണ്ട ഒരു സീൻ എത്തുമ്പോൾ അതേ കണക്ക് തന്നെ അവരവിടെ അഭിനയിച്ച് നോക്കുന്നുണ്ട്. ഇങ്ങനെ അവർക്കിടയിൽ അവിടെ ഒരു കിസ് സംഭവിക്കുമ്പോൾ ആനിയെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ജസ്റ്റ് ആക്ടിങ്ങിന് വേണ്ടി ചെയ്തതായിരിക്കല്ലേ എന്ന രീതിക്ക് അവൾ അത് കരുതുന്നു. കാരണം സിനിമയിലൊക്കെ ഇങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൾ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന അവളെ തടയുന്ന ഹാങ് അവളോട് അവനുള്ള താല്പര്യത്തെ പറ്റി തുറന്നു പറയുന്നു. അവളെ ഇഷ്ടമാണെന്നും ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും അവൻ പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന കേട്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവളും വേഗം തന്നെ അവനെ ഡേറ്റ് ചെയ്യാനായിട്ടുള്ള അവളുടെ സമ്മതം തുറന്നു പറയുകയും അങ്ങനെ അവർ ഹാപ്പിയായി അവിടെ നിൽക്കുന്ന സമയം ഹാങ്ങിനെ പറ്റിയുള്ള ന്യൂസ് ശേഖരിക്കാനായി ഹാങ്ങിനെ രഹസ്യമായി ഫോളോ ചെയ്യുന്ന റിപ്പോർട്ടർ ഈ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നു. കൂടാതെ ഇത് ആനിയെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഗാങ്സ്റ്റർ ഗ്രൂപ്പിലെ കുറച്ച് പേരും ഫോട്ടോസായി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരും ഈ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇതേ ടീം തന്നെ യുവിന്റെ ആ ഒരു ക്രിമിനൽ എക്സ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് യുവിനെ പ്രശ്നത്തിലാക്കാൻ നോക്കിയപ്പോൾ ആനിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ പുള്ളി ഡിസ്ചാർജ് ഒക്കെ ആയി വന്ന് വീണ്ടും അടങ്ങിയിരിക്കാതെ യുവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായും തന്നെ അടിച്ച ആനിയെ ഒരു പാഠം പഠിപ്പിക്കാനായും തീരുമാനിക്കുന്നു. അതിനായി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും വീണ്ടും യുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അന്ന് നിനക്ക് വേണ്ടി എന്നെ തല്ലി ചതച്ച് അവളുണ്ടല്ലോ, അവൾ എവിടെയാണുള്ളത് എന്ന ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെയും കൊച്ചിനെയും വെറുതെ വിടില്ല എന്നായിരുന്നു അയാളുടെ ഭീഷണി. പക്ഷെ ആനി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ അവൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഇതേ സമയം താൻ ഹാങ്ങിനെ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചെന്ന കാര്യം തന്റെ ഫ്രണ്ടിനോട് ആനി പറയുമ്പോൾ ഇത് ശരിയാകോ? ഹാങ് വേറെ പല ഡേറ്റിംഗ് റൂമേഴ്സിലും പെട്ടിട്ടുള്ള ഒരാളാണ്. അയാള് നല്ലൊരു ആക്ടറാ, സമ്മതിച്ചു. നിനക്കും എനിക്കൊക്കെ അയാളെ ഫേവറേറ്റ് ആണ്. പക്ഷെ നീ ആളെ ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് നിന്റെ ലൈഫിൽ എടുത്ത നല്ലൊരു തീരുമാനം ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ ടീം സോഫിയുടെ ഹസ്ബൻഡ് ആ നാട് വിട്ട് വിദേശത്ത് ജോലിക്കായി പോവുകയാണെന്ന കാര്യം സോഫിയ അറിയിക്കുന്നു. സോഫിയ അത് കേട്ടിട്ടും തടയാൻ നിൽക്കാതെ അയാൾക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാണ്. പക്ഷെ അയാൾ ഇവരിപ്പോ സെപ്പറേറ്റഡ് ആണ്. ഇവരുടെ കുഞ്ഞിന്റെ മരണശേഷം ഇവർ ആ ഒരു കാര്യത്തിൽ പിരിഞ്ഞു. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിലല്ല താമസിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവർ ഒരേ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരായിരുന്നല്ലോ. പക്ഷെ ഇയാൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും അങ്ങനെ കാണാനേ പോകുന്നില്ല. പൂർണ്ണമായും ഇവർക്കിടയിൽ ഒരു കോണ്ടാക്ട് ഇല്ലാണ്ടാവും. അയാൾക്കാണെങ്കിൽ ഇപ്പോഴും സോഫിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പോവേണ്ടെന്ന് പറഞ്ഞ് അവൾ തടയും. ഇവർക്ക് വീണ്ടും ഒന്നിക്കാം എന്നാണ് അയാൾ കരുതിയതെങ്കിലും ഒരു രീതിയിലും അതിനൊരു എഫേർട്ട് സോഫിയ അവിടെ എടുത്തതേയില്ല. ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം നടക്കുന്നു. ആനിയെ അവൾ ഹാങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്താണ് സംഭവം എന്ന് അറിയാനായി റിപ്പോർട്ടർ ഫോളോ ചെയ്യുന്നത് ആ ഒരു ഗാങ്സ്റ്ററിന്റെ ആളുകൾ കാണുന്നുണ്ട്. ഇത് ആനിക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കാനായി നടക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവർ അയാളെ പിടിക്കുകയും ഉപദ്രവിക്കുകയും വെള്ളത്തിലിടുകയും ഒക്കെ ചെയ്യുന്നു. അയാളാകട്ടെ അതുകൊണ്ടൊന്നും പിന്മാറാതെ എങ്കിലും ഒരു പാഠം പഠിപ്പിക്കുക. ഒരു റിപ്പോർട്ടറിനെ കൈവച്ച അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇവർ അറിയണം എന്ന രീതിക്ക് ആനിക്കിട്ട് പണി കൊടുക്കാനായി ഉറപ്പിച്ച് ആനി ഡേറ്റ് ചെയ്യുന്നത് ഹാങ്ങിനെയാണല്ലോ. ഹാങ് ഡേറ്റ് ചെയ്യുന്ന ഈ ആനി മറ്റാരും അല്ല, വലിയൊരു ഗാങ്സ്റ്ററിന്റെ മകളാണെന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പുറത്തെത്തിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഹാങ്ങും ആനിയും ഡേറ്റ് ചെയ്യാണെന്ന ആ ഒരു ന്യൂസ് മാഗസിൻസിലൊക്കെ വരുന്നുണ്ട്. തുടർന്ന് ഇത് കാണുന്ന ആനിയുടെ അച്ഛൻ ഭയങ്കര കലിപ്പില് ആനിക്ക് കല്യാണം ആലോചിക്കുന്ന മറ്റൊരു ഗ്യാങ്ങിലെ ആളുകൾ അറിയും മുന്നേ ആനിയെ പിടിച്ചോണ്ട് വരണം എന്ന ഒരു കാര്യം തന്റെ ആളുകൾക്ക് ഏർപ്പാടാക്കുന്നു. ഈ ഒരു ന്യൂസ് കണ്ട് സോഫിയും ഇങ്ങനെ ആനിക്കും ഹാങ്ങിനും ഇടയിൽ ഡേറ്റിംഗ് ന്യൂസ് പോകുന്നതിന്റെ ടെൻഷനിൽ വേഗം ഹാങ്ങിനെ കാണാനേ എത്തുന്നുണ്ട്. ഹാങ്ങിന്റെ വീട്ടിലെത്തുമ്പോൾ ഹാങ് അല്ല, അവിടെ ആനിയാണുള്ളത്. ഹാങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹാങ് ഒരു ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയാണെന്ന് ആനി പറയുന്നു. പക്ഷെ ആക്ച്വലി ഹാങ്ങിനെ ആനിയുടെ അച്ഛന്റെ ആളുകൾ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ആനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. നേരെ ആനിയുടെ അച്ഛന്റെ മുന്നിൽ ഹാങ്ങിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നീയും ആക്ട്രസ് യുവും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന റൂമർ ഉണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ എന്റെ മകളെ നീ ഡേറ്റ് ചെയ്യുന്ന എന്ന രീതിക്ക് റൂമേഴ്സ് വരുന്നത്? ഓ, അവരെ കല്യാണം കഴിച്ചുകൊണ്ട് എന്റെ മകളെ സൈഡ് ഒതുക്കാനായിട്ടുള്ള പരിപാടിയാണല്ലേ എന്നെല്ലാം അച്ഛൻ ദേഷ്യപ്പെടുമ്പോൾ ഒരിക്കലും അല്ല, ഞാനും ആ ആക്ട്രസും തമ്മിൽ അങ്ങനെ സത്യത്തിൽ ഡേറ്റിംഗ് ഒന്നുമില്ല. അത് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വരുന്ന വെറും റൂമേഴ്സ് മാത്രമാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തി എനിക്ക് ആനിയാണ് ഇഷ്ടം എന്ന കാര്യം ഞാൻ അറിയിക്കാം. സത്യത്തിൽ ഞാൻ ആനിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവളുമായി ഒന്നിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒരു കള്ളോ ചതിയോ ചെയ്യാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നല്ല ഹാങ് പറയുമ്പോൾ ഹാങ്ങിന്റെ ആ ഒരു സംസാരത്തിലെ സത്യസന്ധതയും തന്റെ മകളോടുള്ള അവന്റെ താല്പര്യവും ആനിയുടെ അച്ഛന് ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ പതിയെ പതിയെ അലിഞ്ഞില്ലാണ്ടാവാൻ തുടങ്ങുന്നു. എന്തായാലും ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് താൻ നടത്താൻ പോകുന്നു എന്ന കാര്യം ഹാങ് സോഫിയ അറിയിക്കുമ്പോൾ സോഫിയ ഭയങ്കര ടെൻഷനിലാവുന്നുണ്ട്. നിന്റെ കരിയറിൽ നല്ലൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയാ നീയും യുവും തമ്മിൽ ഇപ്പോൾ ഡേറ്റിംഗ് ആണെന്ന രീതിക്ക് നമ്മൾ റൂമർ ഉണ്ടാക്കിയത്. നീ ഇപ്പോൾ പ്രസ് മീറ്റിംഗ് നടത്തി അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. നീ ആനിയാണ് ഡേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഹൈപ്പ് എല്ലാം ഇല്ലാണ്ടാവില്ല, നിന്റെ കരിയർ നശിക്കില്ലെന്നില്ല ഹാങ്ങിനോട് സോഫി ദേഷ്യപ്പെടുമ്പോൾ. പക്ഷേ തനിക്ക് തന്റെ പേഴ്സണൽ ലൈഫും വലുതല്ലേ, പ്രൊഫഷൻ മാത്രം നോക്കി ജീവിക്കാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു ഹാങ് പറയുന്നത്. യുവും ഹാങ്ങിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സോഫിയോട് സംസാരിക്കുന്നു. പക്ഷേ ആനി ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവളൊരു വലിയ ഗാങ്സ്റ്ററിന്റെ മകളാണ്. അത് പുറത്തെത്തിയാല് ഹാങ്ങിന് മാത്രമല്ല ചെയ്ത പേര്, ആനിക്കും വളരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ട് അതിപ്പോ രഹസ്യമാക്കി വെക്കണം. നീയും ആനിയും ഡേറ്റിംഗ് ആണെന്ന് പറയരുതെന്ന് സോഫിയ ഹാങ്ങിനെ കൺവിൻസ് ചെയ്യുമ്പോൾ തനിക്കൊരു പ്രശ്നം ഉണ്ടാവും എന്നതല്ല, മറിച്ച് ആനിക്ക് അത് പ്രശ്നമായി മാറും എന്ന കാര്യം ഹാങ്ങിനെ ഒന്നിരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഹാങ് പ്രസ് മീറ്റിംഗിൽ താനും ആനിയും തമ്മിൽ പുറത്തെത്തുന്ന വാർത്തകൾ കണക്ക് ഒരു ബന്ധമില്ല, ആനി തന്റെ ഒരു സാധാരണ അസിസ്റ്റന്റ് മാത്രമാണ്, ഞങ്ങളുടെ ഒന്നിച്ചുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊരു ഫോട്ടോ അല്ല എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രസ് മീറ്റ് നടത്തുന്നു. ഇത് ആനിയെ സംബന്ധിച്ച് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹാങ് എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു എന്നത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവൾ ആകെ സങ്കടത്തിലാവുന്നു. ഇതേ ടീം തന്റെ മകളെ ഇഷ്ടമാണ്, അവളെ പറ്റിയുള്ള കാര്യങ്ങൾ പ്രസ് മീറ്റിലൂടെ റിവീൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പോയ ഹാങ് ഇങ്ങനെ നേരെ തിരിച്ച് പ്രസ് മീറ്റിൽ പറയുമ്പോൾ അവൻ ചതിയനാണ് എന്ന രീതിക്കാണ് ആനിയുടെ അച്ഛൻ അതിനെ കാണുന്നത്. മനസ്സ് തകർന്ന ആനി ഹാങ്ങിന്റെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അവിടെ വിട്ടിറങ്ങുന്നു. ആനിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബോധ്യപ്പെടുത്താനായി ഹാങ് പലതവണ ആനി
ആനിയെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും കോളിൽ കിട്ടിയതേയില്ല. ആനി ആകട്ടെ തെരുവിലേക്ക് ഇറങ്ങി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നേരെ അച്ഛനെ വിളിച്ച് അവൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവളെ പിക്കാനായി എത്തുന്നത് അച്ഛനോ അച്ഛന്റെ ആളുകളോ അല്ല, മറിച്ച് അച്ഛൻ അവൾക്ക് വേണ്ടി കല്യാണം ഉറപ്പിക്കുന്ന ഒരു ഗാങ്സ്റ്റർ ഫാമിലിയിലെ പയ്യനുണ്ടല്ലോ, ആ പയ്യനാണ്. അവന്റെ പേര് മാർക്ക് എന്നാണ്. അങ്ങനെ മാർക്കിന്റെ കൂടെ ആനി അവിടെ നിന്ന് പോകുന്നു. എത്രയും പെട്ടെന്ന് മാർക്കിന്റെയും ആനിയുടെയും കല്യാണം നടത്തണമെന്നതാണ് ആനിയുടെ അച്ഛന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. തന്റെ റൂമിലേക്ക് എത്തുന്ന ആനി അവിടെ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഹാങ്ങിന്റെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും റിമൂവ് ചെയ്യുകയാണ്. അടുത്ത ദിവസം തന്നെ സോഫിയെ കാണാനായി പോകുന്നവൾ ഇനി അവരുടെ കൂടെ വർക്ക് ചെയ്യാനായി അവളില്ലെന്നും നടന്ന പ്രശ്നങ്ങൾക്ക് താൻ ഉത്തരവാദിയാണ്, അതിന് മാപ്പെന്നും പറയുന്നു. സോഫി അവളോട് ഭയങ്കര കലിപ്പിലായിരുന്നു ആ സമയത്ത്. കൂടാതെ ആനി ആകട്ടെ സോഫിയുടെ മകന്റെ മരണത്തിന് സോഫിയോ അവരുടെ എക്സ് ഹസ്ബൻഡോ ഉത്തരവാദികളല്ലെന്നും വെറുതെ തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ടു നടന്ന് ഉള്ള ലൈഫും കൂടി സ്പോയിൽ ചെയ്യരുതെന്നും സോഫിയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അത് സോഫിയുടെ മനസ്സിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്, തന്റെയോ തന്റെ എക്സ് ഹസ്ബൻഡിന്റെയോ തെറ്റുകൊണ്ട് തങ്ങളുടെ മകൻ മരണപ്പെട്ടതല്ല, എന്നിട്ടും എന്തുകൊണ്ട് തങ്ങൾ ആ ഒരു പേരിൽ പിരിഞ്ഞു എന്നതാണ് ഇപ്പൊ ഒരു കുറ്റബോധം കണക്ക് സോഫിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ സോഫിയോട് ഇതുവരെ ആരും ഇവരുടെ ഡിവോഴ്സ് ആയ ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും തെറ്റുകൊണ്ടല്ലോ, പിന്നെ എന്തിനു വെറുതെ സ്വയം പരിചാരി ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നു എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കേൾക്കുമ്പോൾ മനസ്സ് മറന്ന സോഫിയ അവരുടെ എക്സ് ഹസ്ബൻഡിനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആനിയുടെ ആ ഒരു ഫിയാൻസി ഉണ്ടല്ലോ, അച്ഛൻ അവളുമായി കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ പയ്യൻ മാർക്ക് ആനിയെ വളയ്ക്കാനായി പല വഴികളും നോക്കുന്നുണ്ട്. ഇതേ ടീം ആനിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന കാര്യം അറിഞ്ഞ് ഹാങ് ആനിയെ കാണാനായി വലിയൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആനി ഹാങ്ങിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അവൻ തന്നെ കബളിപ്പിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ മൂലം അവൻ എന്തുകൊണ്ട് പ്രസ് മീറ്റിൽ താൻ അവന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു, തന്നെ അവൻ അറിയില്ല, ഒരു ബന്ധമില്ല എന്ന രീതി പറഞ്ഞു എന്നതായിരുന്നു അവളുടെ ദേഷ്യത്തിനുള്ള കാര്യം. എന്തായാലും അവളെ ഇംപ്രസ് ചെയ്യാനായി നടക്കുന്ന മാർക്കിനോട് അവൾ പറയുന്നുണ്ട്, മാർക്കിനോട് അവൾക്ക് അങ്ങനെ യാതൊരുവിധ താല്പര്യമില്ല, അതുകൊണ്ട് ആ രീതിക്ക് തന്നെ അപ്രോച്ച് ചെയ്ത് അച്ഛന്റെ മനസ്സ് എങ്ങനെയെങ്കിലും താൻ പറഞ്ഞ് മാറ്റിയെടുക്കും, ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ മാർക്കിന് ആനിയോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവൾ പറയുന്നതൊന്നും കാര്യമാക്കാതെ അവൻ അവളെ ഇംപ്രസ് ചെയ്യാനായി തന്നെ പുറകെ നടക്കുന്നു. ഇതിന്റെ ഇടയിൽ ഹാങ് പലതവണ ആനിയെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൻ മെസ്സേജ് അയക്കുന്നുണ്ട് അവന് കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായി ഒരു ചാൻസ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അതും അവൾ ഇഗ്നോർ ചെയ്ത് കളയാണ്. ഈ സമയത്താണ് യുവിന്റെ നമ്പറിൽ നിന്ന് ആനിക്ക് കോൾ വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാ ക്രിമിനൽ ആണ് സംസാരിക്കുന്നത്, യു അപകടത്തിലാണെന്ന്. വേഗം തന്നെ ആനി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ ക്രിമിനലിനെ ആനി നേരിടുമ്പോൾ അവൾക്ക് പരുക്കുകൾ ഏൽക്കുന്നുണ്ട്. അവൾ എന്തായാലും വിട്ടുകൊടുക്കാതെ ക്രിമിനലുമായി ഫൈറ്റ് ചെയ്യുന്ന സമയം അവിടേക്ക് എലിയും മറ്റു ചില ഗുണ്ടകളും ആനിയെ പ്രൊട്ടക്ട് ചെയ്യാനായി എത്തുന്നുണ്ട്. ആനിയുടെ സേഫ്റ്റി മാനിച്ച് അവർ എപ്പോഴും ആനിയെ ഫോളോ ചെയ്ത് അവൾ അറിയാതെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇവിടെ എത്തി അവളെ ഹെൽപ്പ് ചെയ്യാനായി സാധിക്കുന്നത്. അങ്ങനെ ആ ക്രിമിനലിനെ അടിച്ചു തോൽപ്പിച്ച് അവിടെ അയാൾ കസ്റ്റഡിയിലാക്കിയിരുന്ന യുവിനെയും ആനി മോചിപ്പിക്കുന്നു. കൂടാതെ യുവിന്റെ കുഞ്ഞിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആനി യുവിന് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് പോകുന്ന സമയം ആനി ഒരു അപകടത്തിൽ പെടുന്നു. അവൾ ഹോസ്പിറ്റലായി കഴിഞ്ഞ് ആ ഒരു കാര്യം പറഞ്ഞ് വേഗം ഹാങ് അവളെ കാണാനായി പോകുമ്പോഴേക്കും അവിടെ മാർക്ക് ഉണ്ടായിരുന്നു. മാർക്ക് ആകട്ടെ അവിടെ ഹാങ്ങിനെ കണ്ടപാടെ ഇവനാണ് ആനിയുടെ ലൈഫ് തകർക്കുന്നത്, ഇവൻ കാരണമാണ് ആനി ഇപ്പോ അപകടത്തിൽപ്പെട്ടത്, ഇവൻ കാരണം മനസ്സ് കാരണം അവൾ മരിക്കാനായി നോക്കി അങ്ങനെ അപകടത്തിൽപ്പെട്ടതാണെന്നെല്ലാം കാര്യങ്ങൾ വളച്ചൊടിച്ച് ഹാങ്ങിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഹാങ് ആകെ തകരുന്നുണ്ട്. ഹാങ് അവിടെ നിന്ന് ആനിയെ കാണാൻ നിൽക്കാതെ താൻ കാരണം അവൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന ഒരു രീതിക്ക് മാറിപ്പോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വരുന്ന ആനി ഹാങ്ങിനെ കാണാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ മാർക്ക് തടയാണ്. മാർക്ക് ആവുന്നത് ചെയ്ത് ഇവരെ അകറ്റാനായി നോക്കുന്നുണ്ട്. ആനി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആനി മാർക്കിന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് യു വഴി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം യുവിനെ ആ ഒരു ക്രിമിനലിന്റെ അടുത്ത് നിന്ന് ആനി രക്ഷപ്പെടുത്തിയ ശേഷം അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ നടന്നിരുന്നു. അതിൽ നിന്ന് ഹാങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ആനി ഹാങ്ങിനെ കാണാനായി പോകുന്ന സമയത്താണ് അവൾക്ക് ആക്സിഡന്റ് നടന്നത്. ആക്ച്വലി അത് നടത്തിയത് ഈ ഫിയാൻസി തന്നെയാണ്. അവൾ ഒരിക്കലും ഹാങ്ങുമായി ഒന്നിക്കരുതെന്ന കാര്യത്തിൽ ഇപ്പോൾ ആ ഫിയാൻസി ചെയ്ത തെറ്റുകൾ ആനിക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആനി അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഹാങ്ങിന്റെ അടുത്തേക്ക് അവൾ പോവുകയും ചെയ്യുന്നു. അങ്ങനെ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഹാങ്ങും ആനിയും ഒന്നിക്കുന്നിടത്താണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.